ഹലോ മലയാളിയുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ലൂസിഫറിന്റെ സ്പോയിലറിലേക്ക് കടക്കുകയാണ്. അതെ, നമ്മൾ വലിച്ചു കീറൊട്ടിക്കാൻ പോവാണ്. പക്ഷേ ഇത് കാണാത്തവർ കാണരുത്, സിനിമ കാണാത്തവർ ഇത് കാണരുത്. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മാത്രം കണ്ടാൽ മതി. അതെ, ഒരു കാരണവശാലും ഇത് സിനിമ കാണാത്തവരാണെങ്കിൽ ഒരു കാരണവശാലും ഈ വീഡിയോ കാണരുത്. കാരണം നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് എല്ലാ കാര്യങ്ങളും പറയുന്നു. നമ്മളൊന്ന് പറഞ്ഞു നോക്കുകയാണ്. അതെ, നമുക്ക് എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും എന്തായാലും ഒരു പടമാകുമ്പോൾ എന്തായാലും പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അങ്ങനെ ഇല്ലാത്ത പടങ്ങൾ കുറവാണ്. അപ്പൊ ഇതിനകത്തുണ്ട് നെഗറ്റീവ്, അത് പറയണം. അതെ, തീർച്ചയായിട്ടും അത് പറയേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് തോന്നിയതും പുള്ളിക്കാരന് തോന്നിയതും കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ അതിനകത്ത് സ്പോയിലേഴ്സ് ഉണ്ടാവാം. അതെ, ഓക്കെ. അപ്പം കാണാത്തവരാണെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ കാണരുത്. നിങ്ങൾ പടം പോയി കാണുക ആദ്യമേ, അത് കഴിഞ്ഞിട്ട് വന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ നിങ്ങൾക്ക് ഒരു അഭിപ്രായം കാണും. അത് നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. പിന്നെ ഡിസ്കസ് ചെയ്യാം. അതെ, പടം കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണും. പടം ഉഗ്ര മൂവിയാണ്, ഒരു ഡൗട്ടും ഇല്ല. നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നിക്കലി പെർഫെക്റ്റ് മൂവിയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ കൂടുതൽ അനാലിസിലേക്ക് കടക്കാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ ബെറ്റർ ആണ്. ലൂസിഫർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്ക്രിപ്റ്റിനകത്ത് കിട്ടിയ ഒരു ഹൈ ഉണ്ട്. അതായത് ഡയലോഗ് ലൂസിഫറിനകത്താണെങ്കിൽ തന്നെ 40 മിനിറ്റ്സോ മറ്റോ ഉള്ളൂ മോഹൻലാലിന്റെ പ്രസൻസ്. അതിൽ സ്ക്രീൻ സ്പേസ് കുറവാന്ന് തോന്നുന്നതിനകത്ത് അതെ, വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് ആണെങ്കിലും ലൂസിഫറിനകത്ത് പറഞ്ഞ ഡയലോഗുകൾ എല്ലാം നല്ല ഇമ്പാക്ട് ഉള്ള ഡയലോഗുകളായിരുന്നു. ഇതിനകത്ത് വളരെ കുറച്ച് ഡയലോഗ് എന്ന് പറഞ്ഞ സംഭവമില്ല. അതുമില്ല, ഇത് ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് പറയുന്ന പോലെ തോന്നിയത്. അല്ലെ, ഒന്നും ഒരു മീറ്ററിൽ നിന്ന് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. മറ്റേനകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഡയലോഗ് പോലും നമ്മള് ഷാജോണിനോട് തിരിഞ്ഞിട്ട് സുഖമല്ലേ എന്ന് ചോദിക്കുന്നതിനകത്ത് ഒരു രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. അങ്ങനെ ഒരു ഡയലോഗ് ഇല്ല, ഒരു റോബോട്ട് പറയുന്ന പോലെ മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിച്ചത്. പക്ഷെ ഇച്ചിരി കൂടെ ഫ്രീ ആക്കായിരുന്നു മോഹൻലാലിനെ. ഖുറേഷിയിൽ നിന്നും ഒരു ഫ്രീ ആക്കായിരുന്നു. അതെ, ഖുറേഷി പിന്നെ എന്താ പറയുക, മോഹൻലാലിന്റെ ഇല്ല പറഞ്ഞ പോലെ മോഹൻലാലിന്റെ പറ്റിയ റോൾ, മുണ്ട് മടക്കി കുത്തിയിട്ടുള്ള നല്ല കിട്ടില്ല റോളാണ്. അല്ല, നമുക്ക് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഇതിൽ നിന്നും നമ്മൾ അഭിനയിച്ച് കാണിക്കണം. മോഹൻലാലിന് പറ്റത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ മോഹൻലാലിന്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറയുന്നത് മുണ്ട് മടക്കി അത് വിട്ടുവരുന്നതാ. അതെ, സ്റ്റീഫൻ എന്ന് പറയുന്ന റോള് കറക്റ്റ് ആപ്റ്റാണ്. പക്ഷെ ഇതിനകത്ത് ഖുറേഷി എന്ന് പറയുമ്പം ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്കൊന്ന് ഡയറക്ഷനിൽ പാടിയാന്ന് എനിക്ക് തോന്നുന്നത്. അത് ആ ഡയറക്ഷൻ ഇച്ചിരി കൂടെ മോഹൻലാലിനെ ഒരുക്കിയെടുത്തായിരുന്നെങ്കിൽ പൃഥ്വിരാജും ഫസ്റ്റ് ഓഫ് ഓൾ ആ എന്താ പറയുക ഡ്രസ്സിങ്, ആ കോസ്റ്റ്യൂം തന്നെ മഹാ അലമ്പാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഒരു വേറെ കോസ്റ്റ്യൂം പോലും കൊടുത്തില്ലെന്ന്. മോഹൻലാലിന് വേറെ എന്തെങ്കിലും ഒരു കോസ്റ്റ്യൂം കൂടെ കൊടുക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പറയാം, എല്ലാം ഒരേ പാറ്റേൺ ആയിരുന്നു, ഡിഫറൻസ് ആയിരുന്നു. ശ്രദ്ധിച്ചാൽ മതി, ഗോവർദ്ധൻ മോഹൻലാലിനെ മീറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട് സിനിമയിൽ. ആ സമയത്ത് മോഹൻലാലിന്റെ ഡ്രസ്സ് കിടിലായിരുന്നു. അത് ഇച്ചിരി കൂടെ കുറവായിരുന്നു, നീളക്കുറവായിരുന്നു. പിന്നെ കാണിച്ചതെല്ലാം മുട്ടിന്റെ അവിടെ വരെ നീളം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഫൈറ്റിലൊക്കെ മുട്ടിന്റെ അവിടെ വരെ നീളമായിരുന്നു. ഇതില് പക്ഷെ നല്ല രസമായിരുന്നു. പക്ഷെ മോഹൻലാലിന്റെ ഒരു സൈഡ് വ്യൂവോ ഒന്നും കാണിച്ചില്ല. എല്ലാം ഇങ്ങനെ ഫ്രണ്ട് പോർഷനാണ് കാണിക്കുന്നത്, എല്ലാം ടൈറ്റാ. അപ്പൊ നമുക്ക് ആ ഡ്രസ്സിങ് കൂടുതൽ ആസ്വദിക്കാനും പറ്റിയില്ല. ഒന്ന് ഫുള്ളായിട്ട് കാണിക്കുന്ന ബാക്ക് ഷോട്ടാ, പിന്നെ കാണിക്കുന്ന ഒരു ബ്ലർ ഷോട്ട്. അതിലെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ക സ്റ്റട്ടായിരുന്നു. എനിക്ക് പക്ഷെ എന്താ പ്രശ്നം അറിയാം, എനിക്ക് ഖുറേഷി അബ്രാമിന്റെ ഡ്രസ്സിന് എനിക്ക് ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതെന്റെ അഭിപ്രായമാണ്, പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് കുറച്ചും കൂടെ ഫ്രീ, മോഹൻലാൽ റോബോട്ടിക് ആയിട്ട് അഭിനയിച്ച പോലെ എനിക്ക് തോന്നുന്നു. അതായത് അതിന് നമുക്ക് ആശ്വാസം തോന്നുന്നത് ആ ജംഗിൾ ഫൈറ്റില് അതില് കറുത്ത ഷർട്ട് മുണ്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മള് പോസിറ്റീവ് എല്ലാം അല്ല നെഗറ്റീവ് എല്ലാം പോസിറ്റീവായി. അതെ, ഈ കോസ്റ്റ്യൂം തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നടക്കുന്നതിനകത്ത് തന്നെ ആണെങ്കിലും കൈ വീശിയല്ല നടക്കുന്നത്. ഈ കോസ്റ്റ്യൂം കുറച്ചങ്ങ് സ്റ്റിഫ് ആക്കിയിട്ടാണ് മോഹൻലാലിനെ അങ്ങനെ എനിക്കൊന്ന് അത് ഇൻസ്ട്രക്ഷൻ കാണുമായിരിക്കും പൃഥ്വിരാജിന്റെ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു റോബോട്ടിക് നടത്തുമായിരുന്നു. പക്ഷെ അത് ഒരു ഫ്രീ അല്ലാത്ത പോലെ, അത് കോസ്റ്റ്യൂമിന്റെ പ്രശ്നമാണെന്നേ. കോസ്റ്റ്യൂം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 10 പോക്കറ്റും എന്താ പറയുക മുകളിൽ കുറച്ച് ബോംബ് വെക്കണം, പാച്ചും 10 സിബും. അതിന്റെ ഒരു ആവശ്യമില്ല. ഒരു ക്ലാസ് സാധാ കോട്ട് കൊടുത്താൽ മതിയായിരുന്നു. പിന്നല്ല ഡ്രാഗൺ ഉള്ള കോട്ട് എടുത്ത് മോഹൻലാൽ കൊടുത്താലും അല്ല, ഒരു സ്യൂട്ട് കൊടുത്താലും മതി. അതെ, ഒരു സ്യൂട്ട് നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ട്
അതൊരു കിട്ടിൽ മോഹൻലാൽ ഇപ്പൊ നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്. റോഡാടി റോഡാടിയില് കോട്ട് കൊടുത്തു എന്നെ സ്റ്റൈലായിട്ടാ പൃഥ്വി ഉപയോഗിച്ചത്. അതൊക്കെ മതിയായിരുന്നു. അതെ അത് നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. കോട്ടോ അല്ലെങ്കിൽ കോട്ടിന്റെ മുകളിൽ ഒരു ജാക്കറ്റ് കൊടുക്കുമല്ലോ. സാധാരണ നമ്മള് ഏറ്റവും വലിയ ഡോൺ ഗോഡ് ഫാദർ ഹോളിവുഡിലെ നമ്പർ 1 മാഫിയ ഗ്യാങ്സ്റ്റർ മൂവിയാണ്. അതിലെ തന്നെ ആൾക്കാർ കിടിലൻ കോട്ടുകളല്ലേ ഉപയോഗിക്കുന്നത്. നമ്മൾ അതിൽ കൂടുതലൊന്നും ചിന്തിക്കണ്ടായിരുന്നു. ഇത് എനിക്ക് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിലെ ഏതോ ഒരാളുടെ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞു വെച്ചാൽ റീലോ മറ്റായിട്ടോ കണ്ടു. അതിനകത്ത് പറഞ്ഞു വെച്ചാൽ കരൺ ജോഹറിന്റെ പടങ്ങളിലെ പോലിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ഡോൺ പടമല്ല അതേപോലത്തെ ഒരു കോസ്റ്റ്യൂം ആയിരിക്കണം. ഷാറുഖ് ഖാന്റെ ഡോൺ പടത്തിന്റെ ഇൻസ്പിറേഷൻ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇത് പക്ഷെ ഭയങ്കര ബോറായിരുന്നു. എനിക്ക് ഭയങ്കര ബോറായിരുന്നു. അത് നമുക്ക് ഈ മോഹൻലാൽ ഒരു ട്രയൽ നമ്മൾ നോക്കത്തില്ല, എന്തായാലും ഒരു വലിയ പടമാണ് ചെയ്യുന്നത്. അപ്പം ഒരാളുടെ കോസ്റ്റ്യൂം ട്രയൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവത്തില്ലേ ഇത് മാറ്റിട്ട് വേറൊരു ട്രൈ ചെയ്തിരുന്നെങ്കിൽ. അതെ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും. പൃഥ്വിരാജ് എന്തുകൊണ്ടങ്ങനെ ചിന്തിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എനിക്ക് അത് സത്യം പറഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് ആയിരുന്നു. ഇച്ചിരി കൂടെ നല്ലതാക്കായിരുന്നു. അതെ കോസ്റ്റ്യൂം കുറച്ചും കൂടെ ബെറ്റർ ആക്കാറ്. അത് ഇത് പറഞ്ഞാൽ രണ്ട് ട്രൈയും കൂടെ ചെയ്തായിരുന്നു ചിലപ്പോൾ അതൊരു വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബെറ്റർ ഓപ്ഷൻ ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു. പിന്നെ കറുപ്പതിന് ഉപയോഗിച്ചോളൂ. പക്ഷെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇത് പാച്ചും ഈ സിബും 10 പോക്കറ്റും അതൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയായിട്ടുള്ള ക്ലാസ് സാധനം കൊടുക്കാൻ അതാണ് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ അത് അഭിനയത്തിനെ ബാധിച്ചിട്ടുണ്ട്. ശരിയാ. അതിനകത്ത് എന്താ പറയുക കുറച്ച് റോബോട്ടിക് ആയതുപോലെ ആ സീൻസ് ഒക്കെ എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ സ്ക്രിപ്റ്റ് ലൂസിഫർ വെച്ച് നോക്കുവാണെങ്കിൽ സ്ക്രിപ്റ്റ് അത്ര പോരാ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കൂടുതലും ആൾക്കാർ പറഞ്ഞു വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ ഇത്രയും വലിയ ഒരു ആളാണ് എബ്രാഹിം ഖുറൈശി. പക്ഷെ അയാള് ഇവിടെ വന്ന് ഈ ലോക്കൽ ഗുണ്ട അടിക്കാനായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി കിടന്ന് അടി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദ്യം വരുന്നത്. എല്ലാവരും കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് പറയുന്ന ആ ഒരു കേസിലാണ്. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കേണ്ട സംഭവം ഇയാൾ വെറും ലോക്കൽ ഗുണ്ട അല്ല. അയാളെന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഏറ്റവും വലിയ ASM എന്ന് പറയുന്ന വലിയൊരു പാർട്ടിയുടെ എന്താ പറയുക മെയിനായിട്ട് മുന്ന എന്ന് പറയുന്ന ഒരാളെ മെയിനായിട്ട് നിർത്തിക്കൊണ്ട് ബാക്കിൽ നിന്ന് കളിക്കുന്ന സൂപ്പർ പവറാണ്. സൂപ്പർ പവർ ഇന്ത്യയിലെ സൂപ്പർ പവർ. നിങ്ങൾക്ക് ഇപ്പൊ ഉദ്ദേശിക്കാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അതിനെ ഉദ്ദേശിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ഒരു സൂപ്പർ പവർ ആയിട്ട് നിൽക്കുന്ന ആളെയാണ് അയാളുടെ തുടങ്ങിയ സ്ഥലത്ത് വിളിച്ചു വരുത്തിയിട്ട് ഇടിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇത്രയും സൂപ്പർ പവർ ആണെന്നുള്ള കാര്യം രണ്ടാമത്തെ പാർട്ടിൽ, അതായത് തുടക്കത്തെ സമയത്ത് കാണിക്കുമ്പോൾ അയാൾ ഒരു ലോക്കൽ ഗുണ്ടയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മെയിൻ ആളായിരുന്നു. ഓക്കെ, ഒരു നേതൃത്വം കൊടുത്ത ഒരാൾ. അയാള് ഈ ഇത്രയും 26 വർഷം കൊണ്ട് ഇയാളും വലുതായി വലിയൊരു സൂപ്പർ പവറിലേക്ക് എത്തി. അത് ഒരു ഡയലോഗിലോ മറ്റോ കൊണ്ട് പറയുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് 300 ചില സീറ്റുകളുള്ളതിൽ ആകെ 20 സീറ്റ് മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അയാൾക്ക് എന്തിനാ ഇവിടെ നടന്ന് ഡാൻസ് ഇങ്ങനെ കളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു ഒറ്റ ഡയലോഗിലും 1-2 ഡയലോഗിലും മാത്രമേ ഈ അയാളുടെ ഒരു പവറിനെ കുറിച്ച് പറയുന്നുള്ളൂ. അത് പക്ഷെ പ്രഷർക്ക് രജിസ്റ്റർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ വീണ്ടും കൺസിഡർ ചെയ്യുന്ന ലോക്കൽ ഗുണ്ടാണ്. പിന്നെ ഈ അവസാനം കൊണ്ടുവന്നത് ലോക്കൽ സെറ്റപ്പായിരുന്നു. 4-20 പേരെ കൊണ്ടുവന്ന് അത് കുറച്ച് വലിയ ഗ്യാങ് ആയിട്ട് കാണിക്കായിരുന്നു. ഗ്യാങ്ങോ ഒരു 10-20 വണ്ടിക്കകത്ത് ബോംബ് എറിയുന്നതോ അല്ല ഒരു 10-20 വണ്ടിക്കകത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് അന്നല്ല ഈ സാഹിബിനും മോഹൻലാലൊന്നും അടിച്ചു നിൽക്കണ്ടേ. അതെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാണിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. അയാൾ ലോക്കൽ ഗുണ്ട സെറ്റപ്പിലോട്ട് വന്നത് ഈ 2 കാര്യങ്ങൾ കാരണമാണ്. സ്ക്രിപ്റ്റിംഗ് അത്ര പോരാ. അവസാനം ഒരു തെലുങ്ക് പടത്തിന്റെ സെറ്റപ്പായി പോയി. അതുപോലെ തന്നെ ഈ പടങ്ങൾ ഈ ഷോട്ടുകൾക്കൊക്കെ നീളെ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇത് കൊള്ളത്തില്ല എന്നല്ല പറയുന്നത്, ഇത് ബെറ്റർ ആക്കാമായിരുന്നു. അതെ, സ്ക്രിപ്റ്റിലാണെങ്കിലും ബെറ്റർ ആക്കാമായിരുന്നു. അവസാനത്തെ ഈ എഡിറ്റിങ്ങിനാണെങ്കിൽ തന്നെ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാമായിരുന്നു. ഇപ്പം ജംഗിൾ ഫൈറ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ രോമാഞ്ചം ഉണ്ടാക്കിയ സാധനമാണ് ജംഗിൾ ഫൈറ്റ്. അത് കുറച്ചങ്ങ് ഇച്ചിരി നീളം കൂടുതലാണ്. ഒരു ഇച്ചിരി പൊടിക്ക് നീളം കൂടുതൽ. അത് സ്ലോ മോഷൻ ഇച്ചിരി കയറ്റി വെച്ചിട്ടാണ് ആയിരിക്കും. പക്ഷെ അത് എൻജോയബിൾ ആയിരുന്നു. അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റവും അവസാനം വന്ന ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു, അത് സ്ലോ മോഷൻ അടിച്ചങ്ങ് ലാഗായി. അതെനിക്ക് വന്നേ ഒരു കാര്യമുണ്ട്, പൃഥ്വിരാജിന് ലൂസിഫറിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. അതേ പാറ്റേൺ ആണ് ഇതിലും വന്നേക്കുന്നത്. അതിനുള്ള പഞ്ചുകളെല്ലാം ലാസ്റ്റിലത്തെ റഫ്താറ പോലെ തന്നെയാണ് ഇതിന്റെ അവസാനത്തെ ക്ലൈമാക്സിൽ കൊണ്ട് നിർത്തിയേക്കുന്നത്. അതേ ലെങ്ത് ഉള്ള പാട്ടും അതേ ഫൈറ്റും.
ആ ഒരു മീറ്റർ തന്നെ ഇതിനകത്ത് വെച്ചേക്കണം. ഇതിനെല്ലാം പൊളിച്ചെഴുതണമായിരുന്നു അല്ലേ? മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് റീയൂസ് ചെയ്തിട്ടുണ്ട്. നമ്മള് ലൂസിഫറിൽ കണ്ട കാര്യങ്ങൾ തന്നെ ഇവിടെ വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, ഇപ്പം എന്താ പറയുന്നത്, മറ്റേ മറ്റേ പാട്ടുണ്ട് കടമുളെ പോലെ, ആ പാട്ട് റീയൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് നല്ല ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. ആ പാട്ട് വന്നപ്പോ തന്നെ നമുക്ക് അഡ്രിനാലിൻ റഷ് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ കൈ എടുത്തു, ഓ അടിപൊളി പാട്ട്. പക്ഷെ ആ പാട്ട് നമ്മൾ എത്ര പ്രാവശ്യം കണ്ടത്. അതെ, ആ പാട്ട് പക്ഷെ പെട്ടെന്ന് തീർക്കണമായിരുന്നു. അതായത് പാട്ട് ഫൈറ്റും പെട്ടെന്ന് തീർക്കണമായിരുന്നു. അപ്പൊ കുറച്ചും കൂടി ഇമ്പാക്ട് വന്നായിരുന്നു. പക്ഷെ ഇത് പെട്ടെന്ന് ആ ഇത് വന്നപ്പോ നമ്മൾ കൈയടിച്ചെങ്കിലും കുറച്ചും കഴിഞ്ഞപ്പോ ഇച്ചിരി കൂടി പോയോ എന്നുള്ള ഒരു ലെവലിലോട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ചില സീൻസ് ആണെങ്കിൽ തന്നെയും എന്താ പറയുക, റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ, അതായത് ലൂസിഫറിലുള്ള സാധനം തന്നെ കാല് പൊക്കി ചവിട്ടി നിൽക്കുന്നത്, ലൂസിഫറിലുള്ള സാധനം തന്നെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ ചെയ്യും. ഇതൊരു സാധനം ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുക. ഞാൻ പറഞ്ഞത് ലൂസിഫറിന്റെ ഹാങ് ഓവർ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്ക്രിപ്റ്റിങ്, അതാണ് ക്യാരക്ടറൈസേഷൻ. ഈ വില്ലന്മാര് എത്രത്തോളം വലുതാണെന്നോ ആ ക്യാരക്ടർ, ഇപ്പം ലൂസിഫർ നോക്കുകയാണെങ്കിൽ ഈ അവസാനം മരിക്കാൻ പോകുന്ന സമയത്ത് തന്നെ എന്താ പറയാ, നമ്മുടെ ലൂസിഫറിന്റെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ടാണ് ബോബി മരിക്കുന്നത്. ആ ക്യാരക്ടർ ആർക്കാണ് തുടക്കം മുതൽ, അതായത് ക്യാരക്ടർ ആർക്കില് ബോബിയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ പറയുന്നത് ഇതേപോലെ ഒരുത്തനുണ്ട്. എന്തായിരുന്നു മറ്റേ അച്ഛന്റെ പേരെന്തായിരുന്നു, PKR അവസാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഈ മരുമോൻ കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ ബോബി വൃത്തികെട്ടനാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ബോബിക്ക് ഇഷ്ടംപോലെ കാണിക്കാൻ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഒത്തിരി എന്ന് വെച്ചാൽ സ്റ്റീഫനുമായിട്ട് മുട്ടുന്നുണ്ട്, സ്റ്റീഫനായിട്ടുള്ള സംഭാഷണങ്ങളുണ്ട്. ഇതുപോലുള്ള ഒരു മുഹൂർത്തം ഒന്നും ഇവിടെ ഇല്ല. ഇതിനെ നമ്മളും ഖുറേഷിയായിട്ടോ സായിദുമായിട്ടോ ഒരു മീറ്റിങ്ങോ ഒരു സംഭാഷണം ഒന്നും ഇല്ല. അതൊന്നും നമുക്കൊരു ആ ബില്ലിന് അത്രയ്ക്ക് വെക്കാൻ നമ്മുടെ മനസ്സിലോട്ട് വരുന്നില്ല. അതാണ് പറ്റിയത്. ഖുറേഷിയായിട്ട് തന്നെ വെക്കണമെന്നില്ല, പക്ഷെ എന്തേലും ഒരു വില്ലന്റെ വലിപ്പം കാണിക്കാനുള്ള 2-3 സീൻസോ അല്ലെങ്കിൽ സീനേ ഉള്ളൂ. അതെ, അങ്ങനെ എന്താന്ന് കാണിക്കാൻ. പിന്നെ ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം ബാബാ ബജരംഗിക്ക് എന്താണ് ഇവിടെ കേരളത്തിൽ ഇൻട്രസ്റ്റ്, ആ ഒരൊറ്റ ഇത് മാത്രം. അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ വില്ലന്റെ ഇതങ്ങ് കുറച്ച്, അതായത് വില്ലന്റെ വലിപ്പം ഇതിനകത്ത് രജിസ്റ്റർ ആയിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ രജിസ്റ്റർ ആവാൻ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ഗോവർദ്ധൻ ലൈവ് എന്ന് പറയുന്നതാണ്. അങ്ങൊരു ഗോവർദ്ധനെ സത്യം പറഞ്ഞാൽ മിസ്സായി. ഒരു ലൈവ് വന്നെങ്കിലും ബാബാ ബജരംഗിയെ കുറിച്ച് വലിയൊരു അടിയൊന്നും അടിക്കുന്ന ഞാൻ കണ്ടില്ല. അതിനകത്ത് ലൂസിഫർ മോഹൻലാലിനെ കുറിച്ച് ഇൻട്രോ തരുമ്പോൾ തന്നെ നമുക്ക് മോഹൻലാലിന്റെ ഒരു സാധനം നമുക്ക് കിട്ടുമായിരുന്നു. മോഹൻലാൽ, ബോബി, അവരെ കുറിച്ചല്ല ഇൻട്രോ വരുന്നത് ഗോവർദ്ധനെ സത്യം പറഞ്ഞ ഒന്ന് ലോ ആയി പോയി. ഇതിനകത്ത് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഗോവർദ്ധൻ. അതാണ് ഭയങ്കര വിറ്റി. ഇന്റർപോളിനെക്കാളും അറിവാണ് ഗോവർദ്ധൻ, മനസ്സിലായ? അല്ല, അതിനകത്തൊരു ഇത് പറയുന്നുണ്ട്. ഇന്റർപോൾ അല്ല, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, ഐ ബി ഓഫീസർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതുപോലുള്ള ഇത് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ഗോവർദ്ധൻ ഒരു ഇതാ ഡാർക്ക് വെബ്, ഭയങ്കര ഒരു എക്സ്പ്ലോർ ചെയ്ത് കുറ്റാന്വേഷണ ബുദ്ധി കൂടിയുള്ള ഒരു മനുഷ്യനാണ്. അവർക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ഇരയാ, ഒരു ബീറ്റാണ് അവൻ. അപ്പൊ പുള്ളി ഒരു കാര്യം, ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ അറിയത്തില്ല. എന്താ മറ്റേ ഗോൾഡ് വിങ്ങും മറ്റേ ചൈന ടീമിനടുത്ത് ചോദിക്കുമ്പോ IBUs ഉദ്യോഗസ്ഥന് അറിയത്തില്ല അതെന്തോ സംഭവം, നത്തിങ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഗോവർദ്ധൻ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, സാധനം ചോദിച്ചു വരുന്നുണ്ട് പല സോഴ്സിൽ കൂടെ. ഡാർക്ക് നോക്കി കറങ്ങി നടക്കുന്ന സംഭവങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഈ ബാബാ ബജരംഗിക്ക് വേണ്ടിയിട്ട് അയാൾ എന്താണെന്ന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു എക്സ്പ്ലനേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു വോയിസ് ഓവർ എന്തെങ്കിലും സംഭവം വേണമായിരുന്നു. അതാ ഈ ചില സാധനങ്ങൾ മിസ്സായിട്ടുണ്ട്. ചില സാധനങ്ങൾ നമ്മളെ പ്രേക്ഷകരാണല്ലോ രജിസ്റ്റർ ചെയ്യേണ്ടത്. ആത്യന്തികമായി പ്രേക്ഷകർ ആസ്വദിച്ചാലേ സിനിമ കണക്ട് ആവും. അവിടെ ഒരു മിസ്സുണ്ട്. പക്ഷെ അത് ഇച്ചിരി നന്നാക്കിയായിരുന്നെ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. കുറച്ചും കൂടെ ഇമോഷൻസ് കണക്ട് ആയി. ഇപ്പൊ ഇമോഷൻ കണക്ട് ആയതിൽ ചെറിയൊരു പാളിച്ച ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഡയലോഗുകൾ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടും, നല്ല ഡയലോഗുകൾ ഉണ്ടില്ലെന്നല്ല, ചിലത് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞുതരേണ്ടത് അല്ല. പിന്നെ അല്ലാതെ അതുകൊണ്ടാണ് ഇത് വില്ലൻ ലോക്കൽ ഗുണ്ട എന്ന് പറയുന്നത്. സിനിമാറ്റോഗ്രാഫി ഒക്കെ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അതിന് നെഗറ്റീവ് ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ആക്ഷനിൽ കുറച്ച് നെഗറ്റീവ് എന്നല്ല, ആക്ഷനിൽ സത്യം പറഞ്ഞ സ്റ്റൺസിൽവേ മാറ്റിയിട്ട് അൻപർവിനെ കാണാൻ പറ്റാറുണ്ട്. കുറച്ചൊരു ഈ ലൂസിഫറിലെ കുറച്ച് ആൾക്കാരെ നമുക്ക് ടെക്നിക്കലി മാറ്റാറുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. അപ്പം കുറച്ചും കൂടെ എന്നുവെച്ചാൽ വേറെ പടമല്ലേ ചെയ്യുന്നത്, ഈ സെയിം പാറ്റേണിൽ വെച്ചിട്ട് നമുക്ക് വേറെ ഇപ്പം വലിയ പടങ്ങൾ ചെയ്യുമ്പോൾ
ഒരു പടത്തിൽ തന്നെ 2-3 സ്റ്റണ്ട് കൊറിയോഗ്രാഫറൊക്കെ വരാറുണ്ട്. അങ്ങനെ എണ്ണം പരീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ പാറ്റേൺ എന്ന് വെച്ചാൽ ആ പാറ്റേൺ തന്നെ ഈ പാറ്റേൺ എന്ന് വെച്ചാൽ ലൂസിഫറിലെ അതേ ഫൈറ്റ് പോലെ തന്നെ തോന്നിക്കും നമുക്ക്. ഇവിടെ സ്ഥലങ്ങൾ മാറി ആളുകൾ മാറി എന്നേ ഉള്ളൂ. ഫൈറ്റ് വരുമ്പോൾ മോഹൻലാൽ അന്ന് ഇതുപോലെ തന്നെ തോന്നുമല്ലോ, അങ്ങനെ തോന്നലുണ്ട്. ലാസ്റ്റ് ഫൈറ്റും തന്നെ അത് ശരിയാ, ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നു വേറൊരാൾക്ക്. പക്ഷെ നമുക്ക് കട്ടപ്പയും ബാഹുബലിയും തമ്മിൽ അടിയിടിക്കുന്ന ആ ഒരു ഇത് വരും, ഓർമ്മ വരും, വാളെറിയുന്നതിന്റെ സീൻ തന്നെ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അത് വേറൊരു ഫ്രണ്ട് ഇതേപോലെ പറഞ്ഞാണ്. അവൻ കണ്ടപ്പോഴും ഇതേപോലെ കുറെ പേരുമായിട്ട് ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു അവർക്ക് എന്താണ് തോന്നിയത്. അപ്പൊ അവര് ഒരാൾ പറഞ്ഞത് ഇതാണ്, അവസാനം ബാഹുബലി ആദ്യം 1-2 പ്രാവശ്യമൊക്കെ ആയിരുന്നു ഓക്കെ, ഒരു 4 വട്ടോ 5 വട്ടോ ആയിരുന്നു ഓക്കെ. പക്ഷെ ഇത് ഒരുപാട് വന്നപ്പോഴത്തേക്ക് നിങ്ങളെ കൂടിപ്പോയി. അവര് റീന്ന് കൊത്തുന്ന ഇത് തന്നെ. പക്ഷെ രസം ഉണ്ടായിരുന്നു കാണാൻ. പക്ഷേ മോഹൻലാൽ ചില ആൾക്കാരെ മുത്തി മുകളോട്ട് വെക്കുന്നത് അത് മോഹൻലാലിന്റെ ഒരു പവർ അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഫൈറ്റിനകത്ത്. അത് ഒരു കാര്യമാണ്. ഇത്രയും പ്രായത്തില് 65 എത്രയോ വയസ്സായി, 60+ ആയി. ആ പൃഥ്വിരാജിന്റെ കൂടുതൽ മോഹൻലാൽ അടിക്കുന്നത് ആലോചിച്ച് പൃഥ്വിരാജിനെ തോറ്റു. അടിപൊളിയായിട്ട് മോഹൻലാലിനെ സംഭവിച്ച അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്ത് മോഹൻലാലിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, മോഹൻലാലിനെ നല്ല വൃത്തിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില സാധനങ്ങൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റിംഗ് ആയാലും എഡിറ്റിങ്ങിനകത്താണെങ്കിലും ഈ പറഞ്ഞ ഫൈറ്റിന്റെ സീൻസ് ഒക്കെ എഡിറ്ററിന് എഡിറ്റ് ചെയ്ത് കളയാൻ എഡിറ്റിംഗ് ഒന്ന് ഷാർപ്പ് ആക്കാനും. അതെ, കുറച്ചും കൂടെ ഷാർപ്പ് ചെയ്ത് ഒന്ന് ക്രിസ്പ് ആക്കിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ. ഇപ്പം നീ കൂടുതൽ 17 കട്ടം കണ്ട് വരുന്നെന്ന് പറയുന്നത്, മേ ബി ആ കട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇത് കൊളാവാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇനിയിപ്പോ കണ്ടൊക്കെ തീർക്കാൻ നല്ലത് ഈ 17 കട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ കാണുക നല്ലത് തോന്നുന്നു. ഇനിയിപ്പോ ഈ സ്പോയിലർ നിങ്ങൾ കാണണ്ടല്ലോ. പിന്നെന്താണ് അതിനകത്ത് BGM കുറച്ച് സ്ഥലങ്ങളൊക്കെ പാളിയിട്ടുണ്ട്. BGM ആക്ച്വലി ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നുവെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങ് പോയി. കൂടുതൽ കൈയടിച്ച് ഇങ്ങനെ ഇരുന്നോണ്ട് എനിക്ക് കൂടുതൽ ഇപ്പൊ പിന്നെ ചില പടങ്ങളിൽ ഇല്ല പറഞ്ഞ പോലെ ടേക്കവേ ഉണ്ടല്ലോ, BGM എടുത്തോണ്ട് വരുന്നത്. അങ്ങനെ ഒരു ഓർമ്മ നിൽക്കുന്ന ഒരു BGM ഒന്നും നമ്മുടെ ലൂസിഫറിന്റെ ക്ലൈമാക്സിൽ മോഹൻലാലിനെ സീഫിൽ നിന്നും ഖുറേഷിയായി മാറുമ്പോൾ വന്ന ഒരു BGM ഉണ്ട്. എന്ന് വെച്ചാൽ ഇതുവരെ മലയാളത്തിൽ കേൾക്കാത്ത ഒരു ഗംഭീര BGM ആയിരുന്നു. ആ സീനിന് പറ്റിയൊരു BGM ആയിരുന്നു. അങ്ങനെ ഒരു സാധനം സത്യം പറഞ്ഞാൽ മിസ്സായി ഉണ്ട്. കിടിലൻ BGM ഉണ്ട്. മോഹൻലാലിന്റെ ഇൻട്രോയിൽ ചോപ്പറിൽ നിന്ന് മോഹൻലാൽ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കിടിലൻ BGM ആണ്. പക്ഷെ എന്താണെന്ന് നമുക്ക് ഓർമ്മ പോലും ഇല്ല. അത് നമ്മുടെ ഇരിക്കുന്ന സീറ്റ് വരെ വറക്കണ ഒരു BGM ആയിരുന്നു. അങ്ങനെ നമ്മൾ നിൽക്കുകയായിരുന്നു. അപ്പൊ അറിയാം നമ്മൾ ഒരു അധികായനായ ഒരു ഡോൺ വരണേന്നുള്ളത് അത് ഫീൽ ആവും. BGM ആണല്ലോ നമ്മൾ ഇതൊക്കെ ഫീൽ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ആലോചിച്ചാൽ അത് എന്ത് BGM അതാ അത് നമ്മളെ ഓർമ്മ നിൽക്കുന്നില്ല, മനസ്സിൽ തങ്ങി നിൽക്കുന്ന കേട്ട് നമ്മള് പഠിക്കണ്ടോ. ഞാൻ ഭീഷ്മപ്രഭം കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് വന്നപ്പോ ആ പാട്ട് പാടിക്കണ്ട കാർ ഓടിച്ചു വന്നത്. എന്നുവെച്ചാൽ അത്രയും നമ്മുടെ ആ ഒരു ഇമ്പാക്ട്. അതുപോലെ ഈ നമ്മുടെ ജയിലറിനകത്ത് BGM ആ ട്യൂണ് എത്രയോ പ്രാവശ്യം പറഞ്ഞ മോഹൻലാലിന്റെ അടിപൊളി ട്യൂണായിരുന്നു അതിനകത്ത്. അങ്ങനെ ആവശ്യം അങ്ങനെ ഒരു ഹൈ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള BGM വെച്ചിട്ട് കുറച്ചുകൂടെ എലവേഷൻ ചെയ്യാനുള്ള സാധനം വന്നില്ല. ആക്ച്വലി ജയിലർ എന്ന് പറയുന്ന പടം ഇല്ല പറഞ്ഞ പോലെ ജനഞ്ജാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആവറേജിൽ നിന്ന് എബോ ആവറേജ് എക്സലന്റ് ആക്കിയത് BGM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം ഇതിലേക്ക് വന്നിട്ടില്ല. ആ ഒരു പ്രശ്നമുണ്ട്. BGM വെച്ചിട്ട് ഹൈ ആക്കാൻ പറ്റും. അത് അത്രയും ഇത് മോളിവുഡിന്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ്. അപ്പൊ അതിനനുസരിച്ച് ഒരു വർക്ക് വേണമായിരുന്നു. അതെനിക്കൊന്ന് കുഴപ്പമില്ലായിരിക്കും. ഇവർക്ക് ഡയറക്ടർ ടീമിനൊക്കെ ഇത് മതി. പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. പിന്നെ ഈ ക്യാരക്ടറൈസേഷൻ ആണെങ്കിൽ തന്നെയും ഖുറേഷിയെ കുറിച്ചല്ല ഇതിനകത്ത് കൂടുതലും പറഞ്ഞേക്കുന്നത്. സയ്യിദ് മൻസൂദ് പുള്ളിക്കാരന്റെ പ്രതികാരവും പുള്ളിക്കാരന്റെ വില്ലനും പുള്ളിക്കാരന്റെ കഥയും പുള്ളിക്കാരന്റെ റിവെഞ്ചുമാണ് ഈ സിനിമ. അതെ, അതില് സപ്പോർട്ടിംഗ് റോളായിട്ട് നിന്നത് ഖുറേഷിയാണ്. അതെ, ഖുറേഷി സപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഖുറേഷിയുടെ വില്ലനും ഉണ്ട് ഇവിടെ. ഖുറേഷിയുടെ ടോപ്പ് വില്ലനുണ്ട്. ഖുറേഷിനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിലാണ് നിർത്തിയേക്കുന്നത്. അതെ, ഇനി അടുത്ത എന്താണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിർത്തിയേക്കുന്നത്. എന്റെ അവിടെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ L3 ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ കാണേണ്ടത്. ഞാൻ ഖുറേഷിന്റെ വലിയ കഥ വരുമെന്ന് വിചാരിച്ചിരുന്ന ഖുറേഷിയുടെ കഥയൊന്നും ഇല്ല. ഇല്ല, സായിദിന്റെ ഇതാണ്. ആദ്യം നമ്മുടെ PKR ഫാമിലിയും അത് സോൾവ് ചെയ്യുന്ന മോഹൻലാലുമായിരുന്നു. ഇനിയിപ്പം ഈ സായിദിന്റെ റിവെഞ്ച് തീർത്തു. ഇനിയിപ്പോ സത്യം പറഞ്ഞാൽ കയറാൻ പോകുന്നത് എബ്രഹാം ഖുറേഷി സ്റ്റീഫന്റെ എസ്തപ്പാന്റെ കഥയിലേക്കാണ് കയറാൻ പോകുന്നത്. അതിനി വരുന്നതേ ഉള്ളൂ. അപ്പം
അത് പക്ഷേ അവസാനം തന്നെ എനിക്ക് ചില സാധനങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ തോന്നിയത് നമ്മുടെ ഈ ലൂസിഫർ കണ്ടിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ടേക്ക് അവേ എന്നുള്ളത് ആ ഒരു സംഭവമായിരുന്നു. അവസാനം വന്നിട്ട് ഇയാള് ഈ പറഞ്ഞ കാര്യങ്ങളും ഈ എസ്തപ്പാൻ അല്ലെങ്കിൽ സ്റ്റീഫൻ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് അല്ല ഇനി കാണാൻ കിടക്കുന്ന ഖുറേഷിയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ നമ്മുടെ ഹൈയിൽ നിൽക്കുകയാണ് നമ്മൾ ഈ ഖുറേഷി ആരാ. അതെ, ഒരൊറ്റ ഡയലോഗ് ഉണ്ട്, ശക്തി കപൂർ പറയുന്നുണ്ട്, കബൂഗയാണോ ദാവൂദാണോ ബില്ലാദൻ, ആ ഒരു ഡയലോഗ് വെച്ചാൽ ഈ പറയുന്നവരൊക്കെ ടോപ്പ് നോട്ട്സ് ആൾക്കാരാ വില്ലന്മാര്. അപ്പൊ അതിലും മുകളിൽ നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ പേടിക്കുന്നതെന്ന് പറയുമ്പോഴാ നമ്മൾ ഇത് ഇത്രയും വലിയ ആളാണോ സ്റ്റീഫൻ. പക്ഷെ അത്രയും വലിയ ആളെ കാണിച്ചില്ല അത്. അതെ, അത്രയും വലിയ ആളെയും കാണിച്ചില്ല. അതുപോലെ തന്നെ ഈ പടത്തിന്റെ അവസാനം കൊണ്ടുവന്നിട്ട് ഇപ്പം ഒരു 90% 90% ഇപ്പം സിനിമ കാണുന്ന ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ റിക്ക് യു എന്ന് പറയുന്ന ആളെയാണ് ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്, ഏറ്റവും അവസാനം കാണിച്ചിരിക്കുന്നത്. ആ ആള് എത്ര പേർക്ക് അറിയാം? അങ്ങനെ ഒരു പ്രശ്നം നമ്മളെ പോലുള്ള ഹോളിവുഡ് സിനിമകൾ കാണുന്നവർക്ക് അറിയാം ആളെന്താണെന്നും ഒക്കെ അറിയാം. പക്ഷെ ഇത് കണ്ടിരിക്കുന്ന ഒരു 95 അല്ലെങ്കിൽ 98% ആൾക്കാർക്കും ഇദ്ദേഹം ആരാണെന്ന് ഒരു ഐഡിയയും കാണത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐഡിയ ഉണ്ടായിട്ട് പോലും എനിക്ക് ആ ഒരു ഇമ്പാക്ട് ഉണ്ടായില്ല. അതേസമയം ഞാൻ ചോദിക്കുന്നത് അവസാനം പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഓക്കെ നമുക്ക് ഈ ആരാണ് ഈ എബ്രാം ഖുറേഷി, നമുക്ക് അയാളുടെ പാസ്റ്റ് അറിയണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാള് പോവാണ്. ഓക്കെ, ആ സമയം അങ്ങനെയാണ് പടം തീരുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇമ്പാക്ട് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത പോലെ ഒരു അമീർ ഖാനോ അല്ലെങ്കിൽ ഒരു ഷാറുഖ് ഖാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു നോൺ ഫേസ് ഒരു വില്ലനായിട്ടോ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം നടൻ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു അയാളുടെ മുന്നിൽ. ഓക്കെ, ഈ എബ്രാം ഖുറേഷി ആരാണെന്ന് അറിയണം അല്ലേ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചോദ്യവും അല്ലെങ്കിൽ ആ ടൈപ്പ് ഒരു ഡയലോഗും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ക്യാമറ നേരെ പാൻ ചെയ്ത് ഒരാളുടെ മുന്നിലേക്ക് നമുക്ക് അറിയാവുന്നൊരു നോൺ ഫേസിന്റെ ഫ്രണ്ടിലേക്ക് കാണിച്ചിരുന്നെങ്കിൽ അപ്പോഴുണ്ടാവുന്ന ഇമ്പാക്ട് വേറെ ലെവലായിരുന്നു. ഇതിപ്പം വേറെ നമുക്ക് അറിയാത്ത ഒരാൾ ഓക്കെ ഏതോ ഒരുത്തൻ വന്നിട്ട് പറയുന്ന പോന്നു. നമ്മുടെ അറിയാവുന്ന ആളിപ്പം മമ്മൂട്ടിയെ തന്നെ ഇട്ടാലും മമ്മൂട്ടി വില്ലനായി പോകത്തില്ലേ? വില്ലൻ നമുക്ക് അറിയാന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല ഞാൻ പറഞ്ഞത് നമ്മളെ ഒരു കൊടുമുടിയിൽ എത്തിക്കണമെങ്കിൽ ഒരാളെ കാണിക്കണം, നോൺ ഫേസ് കാണിക്കണം എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ അമീർ ഖാനെ കാണിക്കാം. പക്ഷെ അമീർ ഖാനെ കാണിക്കുമ്പോൾ ഇതിനകത്ത് പറയുന്ന സാധനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഇത് ഓടത്തില്ല. അത് ശരിയാണ്. അങ്ങനെ ഒരു തമിഴിൽ ആരെങ്കിലും കൊണ്ടുവരായിരുന്നു. അല്ല, കമലഹാസനെ കൊണ്ടുവന്നായിരുന്നു. അല്ല, ഹീറോ തന്നെ വേണമെന്നില്ലല്ലോ. ഇല്ല, അവിടുത്തെ വില്ലനെ കാണിക്കാറ്. അതെ, അവിടുത്തെ ഇപ്പം നോൺ ആയിട്ടുള്ള പൃഥ്വിരാജിന്റെ ഡ്രീം ക്യാരക്ടേഴ്സ് അതന്നെ കാസ്റ്റിംഗ് ആണ്. പൃഥ്വിരാജിനറിയാം എന്റെ പട്ടിന് ഇനി എന്തൊക്കെയാ തോന്നുന്നു അറിയാൻ പറ്റത്തില്ല അവൻ പറയുന്നുണ്ട്. ഐമാക്സിലെ പുള്ളിയായിട്ട് ഞാൻ ഭയങ്കര കണക്ഷൻ ആയിക്കോ. പുള്ളി പറഞ്ഞിട്ടാ ഞാൻ ഐമാക്സിൽ ചെയ്തത്, ഇതുപോലെ സാധനം ഐമാക്സിൽ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, അപ്പൊ പുള്ളിയായിട്ട് കോൺടാക്ട് ആയതുകൊണ്ട് ഇനിയിപ്പോ എന്റെ പട്ടിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുപോലൊരു ഇതിൽ ആ ക്യാരക്ടേഴ്സുകൾ വന്നെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിന്റെ ഒരു കൺസെപ്റ്റിലുള്ള ക്യാരക്ടർ. പക്ഷെ ഇനി നമ്മൾ വ്യക്തികൊണ്ട് ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞില്ല, ഇനി അടുത്തതിനകത്ത് വൃത്തി എങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്ന നമുക്ക് അറിയത്തില്ല. അവിടാണ് കഥ മാറുന്നത്. ഇപ്പം തന്നെ വേറൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈയിടയ്ക്ക് ഇന്നലെ മറ്റോ റിവ്യൂ ഇത് കണ്ടിരുന്നു. മറ്റേ ആർട്ടിന്റെ ആള് വന്നിട്ട് ഉള്ള ഒരു വീഡിയോ ഉണ്ടായി. ആർട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇട്ടേക്കുന്നത് ചെന്നൈയിൽ ചെങ്കൽപ്പെട്ടിലാണ്. ചെങ്കൽപ്പെട്ടൊക്കെ എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്, അവിടാണ് സെറ്റ് ഇട്ടേക്കുന്നത്. അതായത് ഇറ്റലിയാണ് ഇറാഖായിട്ട് കാണിച്ചിരിക്കുന്ന സ്ഥലം ചെങ്കൽപ്പെട്ടിലാണ്. ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം. എന്നുവെച്ചാൽ എന്താ പറയുന്ന ശവക്കല്ലറേ അങ്ങനെ എന്താണല്ലോ പറയുന്നത്. ആ സ്ഥലം ആരും ഇല്ലാത്ത ഗോസ്റ്റ് സിറ്റി അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ആ ഗോസ്റ്റ് സിറ്റി ഇവിടെ സെറ്റ് ഇട്ടിട്ട് ആ ഒരു സംഭവം ചെയ്തു എന്ന് പറയുമ്പോൾ അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ഒരു സീനിൽ മാത്രമേ എനിക്ക് ആ ഒരു ചോപ്പറിന്റെ കാര്യത്തിൽ ഡൗട്ട് തോന്നിയത്. ഒരു ഒറ്റ സീനില് ആ ഡൗട്ട് അല്ലത് എന്താ അത് അങ്ങനെ ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഒറ്റ സീനിൽ ഒറ്റ ഷോട്ടിൽ. ഓക്കെ, പക്ഷെ അത് ചിലപ്പം ഹെവി ഡ്യൂട്ടി സാധനമായോണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നത് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴാണ് അറിയുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ചോപ്പർ അത് ബിൽഡ് ചെയ്ത സാധനം ചോപ്പർ ബിൽഡ് ചെയ്തൊന്നും ഒരു തരത്തിലും
തോന്നിയില്ല. അത്ര നല്ല കിടിലായിട്ട് എന്റെ സസ്പെൻസുകളൊക്കെ റിവീൽ ആവുന്നു. അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബജറ്റ് ഒന്നുമല്ല, ഭയങ്കര ലോ ആയിരിക്കും. അതെ, ലോ ആയിരിക്കും. ഇപ്പൊ എല്ലാരും മറ്റേ ഏറ്റവും നമ്മള് നേരത്തെ വീഡിയോ തന്നെ പറഞ്ഞത് 190 crores ഗോപാൽജി പറഞ്ഞത് 190 crores ആണ്. അപ്പൊ അതൊന്നും അല്ല, അതിലൊക്കെ വളരെ വളരെ താഴെയായിരിക്കും. അതാ ബുദ്ധിരാജ് നല്ല കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞത്, ഉദ്ദേശിക്കുന്ന ബജറ്റേക്കാളും താഴെ ആയിരിക്കും. മേ ബി 100 താഴെ ആയിരിക്കാം, അറിയില്ല. 80 ചിലപ്പോ തീർത്ത് കാണുമായിരിക്കും, അറിയാൻ പറ്റൂല. ചിലപ്പോ ലൈക്ക് ഇറക്കിയത് 80 കോടി അപ്പൊ എനിക്ക് അത് 80 തീർത്ത് കാണും പടം ആയിരിക്കാം. ചിലപ്പോ ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കുറച്ച് പൈസ ഇറക്കി. എന്തായാലും റെമ്യൂണറേഷൻ മോഹൻലാലും പൃഥ്വിരാജും മേടിച്ചിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇന്നലെ വരുന്ന വഴിക്ക് പാരിപ്പള്ളിയില് ഒരു തിയേറ്ററിന് മുമ്പ് റോഡ് ബ്ലോക്ക്, അതായത് തിയേറ്റർ വിട്ടിട്ട് ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതേവരെ അങ്ങനെ തിയേറ്റർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ആ തിയേറ്ററിന്റെ ഫ്രണ്ടില് ഫുൾ ബ്ലോക്ക്. ഒരു ദിവസം ഒരു തിയേറ്ററിൽ നിന്ന് 6500 ആൾക്കാരാ കണ്ടുപോകുന്നു. ആറ്റിങ്ങല് ഗംഗാനം ഇവിടെ തിയേറ്ററിൽ നിന്ന് 7000 സംതിങ് ആൾക്കാർ ഒരു ദിവസം. ആറ്റിങ്ങലാണ് ഈ തിരക്ക് വന്നത്. 1 മണിക്കൂർ ലേറ്റ് ആയത്. 7000 എത്ര കണ്ട് പേരെ ഒരു ദിവസം കണ്ടിട്ടിറങ്ങുന്നത്. അതാണ് മോഹൻലാൽ. അതാണ് ലുലുവില് 49 സ്ക്രീൻ ഒരു ദിവസം, 49 ഷോകള് ലുലുവില്. ഒന്ന് ആലോചിച്ച് നോക്കി, വേറെ ഏതെങ്കിലും നടക്കും. അതെ, 49 ഷോ. അവിടെ എത്ര സ്ക്രീൻ ആണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് 49 ഷോ ആണ് അവിടെ. 4 സ്ക്രീൻ ആണെന്നാണ് എന്റെ വിശ്വാസം. മോഹൻലാലിനെ യൂസ് ചെയ്യാൻ എന്ന രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം മോഹൻലാൽ വന്ന ഈ ഇമ്പാക്ട് ഉണ്ടാകും. പക്ഷെ അവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ ഇതില് മറ്റേ കാര്യം കൊണ്ടാകും അടുത്ത സാധനം. അതെ, അത് ഇപ്പൊ 4 എനിക്ക് 6 7 തോന്നുന്നു അവിടുത്തെ സ്ക്രീൻസ്. എനിക്കറിയില്ല, അവിടെ 9 സ്ക്രീൻ ഉണ്ടോ കൊച്ചിയില്ല. കൊച്ചിയിലല്ല ഞാൻ പറയുന്നത്, ട്രിവാൻഡ്രത്തെ കാര്യമാണ്. അവിടെ 49 ഷോയാണ്. ആ ഒരു റേഞ്ച് കാണും. അവ 49 ഷോയാണ് അവിടുന്ന് ഒരു തിയേറ്റർ കോംപ്ലക്സിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന ആൾക്കാരുടെ. അതുപോലെ എത്ര തിയേറ്ററിൽ എത്ര സ്ഥലങ്ങളുണ്ട്. ഇപ്പോഴും ബുക്ക് മൈ ഷോ എടുത്ത് പരിശോധിച്ചാൽ എല്ലായിടം റെഡ 7 daysല് ഫുള്ള് ബുക്ക്ഡ് ആണെന്നല്ലേ പറയുന്നത്. പിന്നെ എന്തായാലും പോയി കണ്ട പടമാണ്, തിയേറ്ററിൽ പോയി കാണുന്നത്. ഇത് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോഴും നിങ്ങൾക്ക് തോന്നും ഇതുപോലത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്സുകളുണ്ട്. അത് ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ പടം വേറെ ലെവലായിരുന്നു. അതെ, ഭയങ്കര ലെവലായിരുന്നു. എനിക്കൊന്ന് ഇത് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കോസ്റ്റ് ചിലപ്പം, പക്ഷെ കോസ്റ്റില്ല. ഈ ഡയലോഗ് അടിക്കുക അല്ലെങ്കിൽ നോൺ ഫേസിനെ കൊണ്ടുവരാത്തതിന് ചിലപ്പോൾ ഒരു റീസൺ കാണാതിരിക്കുക. ഏറ്റവും അവസാനം കൊണ്ടുവരാത്തതിന് നമുക്കറിയാം. അതെനിക്ക് ഒന്ന് എൽത്തിരിയില്ല, നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാവുമെന്ന് തോന്നുന്നു. അയാളെ കൊണ്ടുവന്നതിന് ഏഷ്യ ആഫ്രോ ഒരു ഗ്രൂപ്പ്, 2 ഗ്രൂപ്പേ ഉള്ളൂ. ഏഷ്യ ആഫ്രോ ഗ്രൂപ്പും പിന്നെ അതിനെന്തൊരു 3 ഗ്രൂപ്പ് ആണോ? അല്ല, ഖുറേഷി ഇന്റർപോളിന്റെ പറയുന്നത് ഖുറേഷി നെക്സസും ഏഷ്യ ആഫ്രോ ഗ്രൂപ്പും എന്നാ പറയുന്നത്. അതിൽ ഖുറേഷിയുടെ ഇതാണ്, ഇതിന്റെ ലീഡർ ആരാന്ന് പോലും പറയുന്നില്ല. ഈ ഖുറേഷി തന്നെയാണോ ലീഡർ? അബ്രാം എന്നേ പറയുന്നുള്ളൂ. അവള് തന്നെ പറയുന്നത് ഫേസ് ദ വേൾഡ് എബ്രാം അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് ഖുറേഷി തന്നെയാണോ ഇത്? ഖുറേഷി എബ്രാം. എപ്പോഴും പുള്ളി പേര് പറയുമ്പം ഖുറേഷി എബ്രാം അങ്ങനെയാ പറയുന്നത്. ഖുറേഷി നെക്സസ് എന്നല്ലേ അറിയുന്നത്? അതെ, ഖുറേഷി എബ്രാം നെക്സസ് അങ്ങനല്ലേ? എബ്രാം ഉണ്ടോ? ഖുറേഷി എബ്രാം നെക്സസ്. ഓക്കെ. അപ്പൊ ഈ ഖുറേഷി എന്ന് പറഞ്ഞ ആള് കാണാൻ എനിക്ക് കാണാന്ന് വെച്ചാലേ, എൻഡിങ്ങിൽ നമ്മൾ എൻഡിങ് ചെയ്യുമ്പോ മോഹൻലാലിന്റെ ചെറുപ്പം കാണിക്കുന്നത് പ്രണവ് മോഹൻലാൽ ഈ ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ ഒരു ഗോഡ് ഫാദർ കാണുമല്ലേ? അല്ല ചുമ്മാ ഒരിടത്ത് നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇപ്പൊ സായിദിനെ കാണിച്ചേക്കുന്നതും നെക്സ്റ്റ് ഖുറേഷി എന്നുള്ള രീതിയിലല്ലേ? അതിനകത്ത് പോയിന്റ് കാണിച്ചില്ലേ? അവനെ രക്ഷിക്കുന്നത് അന്ന് ചോദിക്കുന്നുണ്ട് എന്താ പേര്? ഖുറേഷി, എബ്രാം ഖുറേഷി എന്ന് പറയുന്നത്. പിന്നെ ഒരു കൊച്ചിനെ രക്ഷിക്കുമ്പോൾ സായിദിനോടാണ് ചോദിക്കുന്നത്. സായിദിന് പേരെന്താ ചോദിക്കുന്നു? സായിദ്. ആ ഒരു പറയുന്ന മനസ്സിലാക്കിയാൽ എനിക്ക് മനസ്സിലാവും ഇനി അടുത്ത ഖുറേഷി ഇവനാണ്. അപ്പം ഈ ഖുറേഷിയെ ഇതാക്കിയ, ഖുറേഷിയുടെ ഇത്രയും ലെവലാക്കിയത് ഒരു ഗോഡ് ഫാദർ കാണും. അങ്ങനെ ഒരാൾ വരാനുണ്ട്, ഒരു സർപ്രൈസ് ആണ്. അതെ, അങ്ങനെ ഒരാള് കൊണ്ടുവന്ന കലക്കുമായിരിക്കും. അത് കിടിലമായിരിക്കും അങ്ങനെ. പക്ഷെ നമ്മൾ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ എക്സ്പെക്ടേഷനൊക്കെ വെച്ചിട്ട് അപ്പൊ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആക്ച്വലി സ്പീക്കിംഗ്, നമ്മൾ ആ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഇപ്പൊ കഷ്ടപ്പെട്ട് രാത്രിയിലൊക്കെ പോയി കണ്ടവന്മാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇത്രയും ട്രാവലൊക്കെ ചെയ്തായാലും നമ്മള് കൂടുതൽ ഇത് പ്രതീക്ഷിച്ചു പോകുന്നു. പടം ആ ലെവലിൽ നിൽക്കുക, അതാണ് പ്രശ്നം. ചുമ്മാ പറഞ്ഞെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കണം മനസ്സിലാവും അങ്ങനെ വരിക ഇങ്ങനെ. പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സായിദിന്റെ അച്ഛന്റെ പേര് മസൂദ്. അവൻ പേര് പറയുന്നത് സായിദ് മസൂദ്. ആ കൊച്ചിന്റെ അടുത്ത് പറയുന്നത്. ഇവനെടുത്ത് പണ്ട് ചോദിച്ച സമയത്ത് ഈ പറഞ്ഞ എപ്പോഴും പറഞ്ഞ പോലെ എബ്രാം ഖുറേഷി എബ്രാം അങ്ങനെയാണ് പറയുന്നത്.
അപ്പോഴും ഒരു ചാൻസ് ഉണ്ട്, ഒരാൾക്കുള്ള ചാൻസ് ഉണ്ട്. ഖുറേഷി എന്ന് പറയുന്ന വേറൊരാളാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അങ്ങനെ പറയാം. ഒരു ഗ്രൂപ്പ് ആയിരിക്കും ചിലപ്പോൾ ഖുറേഷി എന്ന് പറയുന്നത്, അത് നെക്സസ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാരും നല്ലോണം ആക്ട് ചെയ്തു. പിന്നെ കൊല്ലുന്നതൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ കബൂഗയ്ക്ക് ഒരു സ്പേസ് കിട്ടിയില്ല. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. കബൂഗ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാ അല്ലേ ഈ കബൂഗ? ഈ ആഫ്രോ ആഫ്രോ ഗ്രൂപ്പിന്റെ ആഫ്രിക്കൻ സംഭവത്തിന്റെ ആളാണ് കബൂഗ. ഓക്കെ, ഏഷ്യയിലെ ആണ് കാണുന്നത്. മറ്റേ ആള് ബ്രദറിനെ പോലെ കാണുന്നത്. അതുകൊണ്ട് ബ്രദറിനെ തട്ടിക്കളഞ്ഞു. അപ്പൊ അങ്ങനാണ്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് കബൂഗയ്ക്ക് ഒരു സംഭവമായിരുന്നു. ഓക്കെ, കബൂഗയെ കൊണ്ടുവന്നിട്ട് ഒന്നാക്കി, ആദ്യം ഒന്നാക്കി ബുള്ളറ്റ് നിന്റെ തലയിലേക്ക് കയറി ഒന്നാക്കി വിട്ട് അതിനുശേഷം അങ്ങനെ തട്ടി. അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ല കബൂഗയെ കൊണ്ട്. കബൂഗ എന്താണെന്നോ ഒന്നും പറഞ്ഞ ടെറിട്ടറി കൊണ്ടുവന്നിട്ട് കബൂഗയെ പോലെ തട്ടി. അപ്പം അതിനകത്ത് കബൂഗയൊക്കെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. വില്ലനുള്ള സമയമൊന്നും ഇല്ലെന്ന് അതുപോലെ എഴുതി വെച്ചേക്കുന്നത് ഇതില്. ഞാൻ പറയുന്നില്ലേ, ഇത് മുരളീഗോപി എഴുതി തന്നെ ഇത് വെബ് സീരീസിനുള്ള സാധനമാണ്. അത്രയും ഉണ്ട് സാധനം ഇതിനകത്ത്. ആ വെബ് സീരീസ് കാണിച്ചായിരുന്നു എനിക്ക് കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു സംഭവം. പക്ഷേ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഇനിയിപ്പോ ഇറങ്ങുന്ന 17 കട്ട് കഴിഞ്ഞിട്ട് കൂടുതൽ സീൻസ് ആഡ് ചെയ്തിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ കൂടുതൽ സീൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസർ ബോർഡിൽ പോകേണ്ടി. അതാ ഒരു കുഴപ്പം. എന്തായാലും നല്ലൊരു പടമാണ്, തിയേറ്ററിൽ പോയി കാണുന്നത് നല്ലതായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. ഇല്ലെന്നല്ല, പക്ഷെ ഇതൊക്കെ ബെറ്റർ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറയുന്ന പോലെയല്ല, ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആവാം. പടത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവാണ് അതിന്റെ മെയിൻ പ്രൊഡ്യൂസർ കയറി അഭിനയിച്ചിരിക്കുന്നത്. ഒരാവശ്യമില്ല. ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നൊരു പടം, അതിനകത്ത് ഇത്രയും കാശ് മുടക്കി എടുക്കുന്ന ഒരു പടം, നാട്ടുകാർ മൊത്തം നോക്കിയിരിക്കുന്നൊരു പടം, അതിനകത്ത് കൊണ്ടുവന്ന് ആന്റണി പെരുമ്പാവൂർ. പക്ഷെ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. എനിക്ക് പ്രശ്നമായിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഇരിപ്പ് തന്നെ പുള്ളിനെ ഈ കുറെ നാളുകൊണ്ട് എല്ലാ മോഹൻലാൽ പടത്തിലും ഒരു ചെറിയ ചെറിയ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ പുള്ളിക്കൊരു മോശം ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുത്തു. ആ ക്യാരക്ടർ കാണിച്ചേക്കുന്നതിന് ഒരു കോമഡി രീതിയില്ല. അതിൽ തന്നെ ദൃശ്യം 2 ആന്റണി പെരുമ്പാവൂരിനെ കാണിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്. എന്ന് വെച്ചാൽ ആ സ്റ്റോറി ലൈനിൽ ഞാനൊരു കോമഡി ഫീസ് ആയിട്ട് അതിനകത്ത് കണ്ടില്ല. ഇല്ല, അതുപോലെ ഒന്നായിരുന്നു. പക്ഷെ കറക്റ്റ് ടൈമിങ്ങിനാ വന്നത്. ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് അതിനൊരു കോമഡി ആയിട്ട് തോന്നിയത്. പക്ഷെ അതെന്താണെന്നറിയോ, ഇങ്ങനൊരു ഇയാളെ വന്നിരിക്കുന്ന സമയത്തെ ഈ പറഞ്ഞ പോലെ ഈ കോമഡി സെറ്റപ്പ് ഉണ്ട്. പുള്ളി പല പടത്തിനകത്തൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ലോറിയുടെ ചില്ല് വെട്ടുമ്പോൾ ഇങ്ങനെ കാണിച്ചും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് പുള്ളിക്കാരന് വരുമ്പോഴേ ഒരു ചിരി വരും. അതാ ഇത്രയും സീരിയസ് ആയിട്ടൊരു ഇതിനകത്ത് കൊണ്ടുവരുന്ന ആ ഒരു സീരിയൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ലൂസിഫറിൽ കാണിച്ച പോലെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ലൂസിഫറിനത് കണ്ട് കാണിച്ചങ്ങ് പോയി അത്രേ ഉള്ളായിരുന്നു. റാവുത്തർ എന്ന് പറയുന്ന ക്യാരക്ടർ കൊടുക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് ആ ഡയലോഗ് ഇരിക്കുന്ന ഇരിപ്പ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ആ സീറ്റിൽ. അങ്ങനെ ഇരിക്കുന്നവരെ ആ ഫുള്ള് എന്താ പറഞ്ഞ ആ ഒരു ഓറ നമ്മൾ വെച്ചുകൊണ്ട് സീറ്റിൽ കാലുമേ കാല് കയറ്റി വെച്ചിട്ട് നല്ല സെറ്റായിട്ടൊന്ന് ഇരുന്ന് അതൊന്ന് പ്രസന്റ് ചെയ്തായിരുന്നെങ്കിൽ വരുന്ന ഒരു ഇമ്പാക്ട് വേറെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ഷുഗർ പ്രഷർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അതും ബാലിഷമായി പോയി. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര അത്ര ഒതുക്കിയത് നന്നായി. അധികം സീനൊന്നും ഇല്ല. പക്ഷെ എന്നാലും അത് എന്താ പറയുക, എന്തെങ്കിലും ഒരു ഫോൺ കോളിലോ വല്ലോ അവോയ്ഡ് തീർക്കാവുന്ന ഒരു സാധനമായിരുന്നു. പിന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ മോനും അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് അവന്റെ പടങ്ങളിൽ കാണാം. അതെ, പക്ഷെ അതിന്റെ ഒരു ആവശ്യം. ആ സീനിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ ഒന്ന് ഇതാക്കുന്നു, കൊല്ലുന്നു, ഫോട്ടോ എടുക്കുന്നു, അയക്കുന്നു, പോകുന്നു. അത്രയും വെച്ച് തീർക്കണ്ടേ. ഇത് വെച്ചിട്ട് തുറക്കുന്നു, മാസ് എലമെന്റ്, സ്ലോ മോഷൻ, ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നാ ഇത് അവരുടെ സിനിമയല്ലേ, അവരുടെ പ്രൊഡക്ഷൻ ടീം. എന്നാ പിന്നെ നമ്മൾ അഭിനയിക്കാം. അഭിനയിച്ചോട്ടെ, ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഈ മാസ് എലമെന്റ് വെച്ചിട്ട് ഇങ്ങനെ സ്ലോ മോഷനിലേക്ക് ഇതൊക്കെ കാണിച്ചിട്ട് പോകുന്ന സമയത്ത് അതാണ് പറഞ്ഞത്. എനിക്കാണ് ഇതേത് കുറഞ്ഞ ഇതേതാ ഈ വേട്ട വിളിക്കുന്ന അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. അതാണ് അവരുടെ സിനിമ, അവരുടെ ലോകം, അവരുടെ സന്തോഷം, അവരുടെ മാസ്. പക്ഷെ അതൊക്കെ അവോയ്ഡ് ചെയ്തായിരുന്നു. അല്ല, നമ്മളിപ്പം നമ്മുടെ നോൺ ഫേസിൽ കൊടുക്കായിരുന്നു. അതെ, നമുക്ക് ഇപ്പം നമ്മുടെ കാര്യം ആലോചിക്കുമ്പോ ഓക്കെ, നമ്മൾ അറിഞ്ഞു ആന്റണി പെരുമ്പാവൂരിന്റെ മോനാണെന്ന്. ഈ സാധാരണ ഒരു പ്രവേശനം അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ഒരു പ്രവേശനം ചെന്നിട്ട് ഇവരെ വല്ല ഏതെങ്കിലും ആക്ടർ ആയിരിക്കും എന്നുള്ള ഒരു ഇതായിരിക്കും കാണിക്കണമെങ്കിൽ വലിയൊരു ആക്ടർ ആയിരിക്കും. കേരളത്തിൽ നിന്നുള്ള ഇവരെ ഏതാണോ ഇവന് ഈ മാസം കാണിച്ചു പോകും, ഇവൻ ആരാ
അങ്ങനെയല്ലേ അവൻ ചെയ്തത് എന്തുവാ, അവിടെ എന്തോ ഒരു ഒറ്റയ്ക്ക് മാറി ഇരുന്ന നിരോധനായിട്ടിരുന്ന ഒരു തന്നെ വെടിവെച്ച് വന്നിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് പോയി. അതിന് ഇത്ര മാസം കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, സ്റ്റോറിയിലും ഒരു ഉപയോഗമില്ല. ചിലപ്പോ എഴുത്തിരി വല്ലതും കൊണ്ടുപോയി വെക്കുമെന്നുള്ളതാ. ഉണ്ടെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ മാസം കാണിക്കേണ്ട കാര്യമില്ല. അല്ല ഇതുപോലെ തന്നെ മറ്റേടത്ത് കാണിച്ചത് ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് ഇന്നത്തെ ക്യാരക്ടർ കൊടുത്തില്ല. ചിലപ്പോൾ കാണുമായിരിക്കും, അറിയില്ല. പക്ഷെ ഇത്രയും മാസം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പ്രണവിന്റെ സിംഗിളിയായിട്ട് പറ്റത്തില്ല, ഇത് കറണ്ട് അത് പറ്റത്തില്ല. പക്ഷെ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ചില കാര്യങ്ങളായിരുന്നു, അവോയ്ഡ് ചെയ്യാമായിരുന്നു. അതൊരു നെഗറ്റീവാ. അതെ അതെ, കൺഫ്യൂസ്ഡ് ആവും ആൾക്കാർ, അതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുന്നത്. പിന്നെ വില്ലന്മാർക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള റോളുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാമായിരുന്നു. അതായത് അവസാന ഫൈറ്റിൽ തന്നെ ബാബാ ബജ്രംഗിയെ കുറച്ചും കൂടെ ഒക്കെ ഇടിക്കായിരുന്നു ഒക്കെ തോന്നി എനിക്ക്. ബാബാ ബജ്രംഗിക്ക് ഒരു പൊള്ളില്ല, ഈ പറഞ്ഞ കണ്ടിറങ്ങുന്ന ഒരു ലോക്കൽ ഗുണ്ട എന്നുള്ളൊരു സെറ്റപ്പ്. പുള്ളി എന്താ ബോളിവുഡിൽ ഗംഭീര വില്ലൻ അവതരിപ്പിച്ച ആളാട്ടോ. ആണല്ലേ, അമ്മാരുടെ വില്ലത്തരം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. പ്രീവിയസ് പഴയ തുടക്കത്തിലുള്ള സിനിമകൾ അയാളൊരു മികച്ച വില്ലൻ ക്യാരക്ടർ അഭിനയിക്കുന്ന ആളാ. ഞാൻ അങ്ങനെ ഒത്തിരി പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൊടുത്ത റോള് നല്ലതാ, പക്ഷെ കുറച്ചും കൂടെ വില്ലത്തരം വേണമായിരുന്നു. അതായത് സ്ക്രിപ്റ്റിങ്ങിൽ പാളിപ്പോയി. സ്ക്രിപ്റ്റിങ്ങിൽ അയാളുടെ, അതായത് ഫസ്റ്റ് ഹാഫിൽ ഓക്കെ അയാൾ വില്ലനാണ്, അതത്രയും ക്രൂരനാണ്, ഇതെല്ലാം പറഞ്ഞു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ഇയാൾ ഇത്രയും എന്താ പറയാ, സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഇത്രയും വളർന്നു എന്നുള്ള ആ ഒരു സ്കെയിലുണ്ടല്ലോ, ആ സ്കെയിൽ കാണിച്ചില്ല. ആ സ്കെയിൽ കാണിക്കാത്തടത്തോളം അയാൾ ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ഗുണ്ടയാണ്, പഴയൊരു. അതുകൊണ്ട് പ്രേക്ഷകർ ചോദിക്കും എന്തിനും ഇത്രയും കാലം വെച്ചിരുന്നത് പ്രതികാരം ചെയ്യാനായിട്ടെന്ന്. അതെ, അതിനകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, നിന്റെ പ്രതികാരം ബാക്കിയുള്ളവരുടെ പ്രതികാരവുമായി മാറുന്ന സമയത്ത് നിനക്ക് ഒരു അവസരം തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതാണ് ഈ അവസരം എന്ന് പറയുന്നുണ്ട്. ബട്ട് അത് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ഇത്ര നാൾ എന്തിനാ വെയിറ്റ് ചെയ്ത്. മേ ബി ഞാൻ പറയാം, എൻ്റെ ഒരു കാഴ്ചപ്പാട്, മേ ബി തുടക്കത്തിൽ ആ സമയത്ത് ഇത്ര ക്രൂരതയൊക്കെ ചെയ്തിട്ട് സ്റ്റീഫന്റെ അടുക്കിലേക്ക് ഈ സയ്യിദ് മസൂദ് വരുന്ന സമയത്ത് സ്റ്റീഫനും അത്രയും പവർ ഉണ്ടായിരിക്കില്ല. സ്റ്റീഫൻ ഇപ്പോഴാണ് എബ്രഹാം ഖുറൈഷി ആയി മാറിയത്, അല്ലെങ്കിൽ ആയി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് അപ്പുറത്തെ വില്ലന്മാർക്കും അതേപോലൊരു പെട്ടെന്നൊരു വളർച്ച ഉണ്ടാവും. ആ സമയത്ത് തന്നെ കറണ്ട് സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ചില പാർട്ടികൾ പാർട്ടി സപ്പോസ് അവർ കയറി വന്നിട്ടുണ്ടല്ലോ. ആ സമയത്ത് തന്നെ അവർക്ക് അത്രയും ഹോൾഡ് ഉണ്ട്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സംഭവമായിട്ട് ആ പാർട്ടി വളർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ആ ടൈമിൽ അവർ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സസ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും വലിയൊരു ഗ്രൂപ്പ് അല്ല, ഇന്റർപോളിലും എല്ലാം പിടിക്കാൻ പറ്റുന്നില്ല. അവർ തമ്മിലുള്ള ഡ്രഗ് കാർട്ടലുകൾ തമ്മിലാണ് ഫൈറ്റുകൾ നടക്കുന്നത്. ഗവൺമെന്റ് വേറെ ഡ്രഗ് കാർട്ടൽ വേറെ. KGF-ല് അവന് വിചാരിച്ചിട്ട് ഗവൺമെന്റിനെ തകർക്കാൻ പറ്റില്ല. പിന്നെ അപ്പം ഗവൺമെന്റ് ടോപ്പിൽ നിൽക്കുന്ന ഒരാളുമായിട്ടാണ് കയ്യിലിരിക്കുന്ന ആളും അതെ ഒരു മാഫിയൻ തമ്മിൽ എങ്ങനെ നമുക്ക് അങ്ങനെ അളക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഖുറൈഷി എബ്രഹാമിനേക്കാളും ടോപ്പിലാണ് മറ്റേയാൾ നിൽക്കുന്നത്, വില്ലൻ നിൽക്കുന്നത്. അയാളെയാണ് നോർത്തിലെ എല്ലാം തുടങ്ങി വെച്ച സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് തീർക്കുന്നത്. അത് സ്ക്രിപ്റ്റിൽ പറഞ്ഞു വെച്ചിട്ടില്ല. അതാണ് അതാണ് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണോ എന്ന് ചോദിക്കും. അതെ, ഓരോ പ്രേക്ഷകനും കൺവിൻസ് ആവണ്ടേ അത് എങ്ങനെയാണ്. അത് സ്ക്രിപ്റ്റിലുള്ള പ്രശ്നമാണ്. അത് ഒന്ന് സോൾവ് ചെയ്തായിരുന്നെങ്കിൽ മേ ബി കുറച്ചും കൂടെ നമുക്ക് ആ വില്ലത്തരത്തിനെയും ഖുറൈഷിയൊക്കെ കുറച്ചും കൂടെ മനസ്സിലായിരുന്നു. ഖുറൈഷി കുറച്ചും കൂടെ ഇമ്പാക്ട് കോസിനെ കുറിച്ച് മനസ്സിലായിരുന്നു. ഇപ്പോഴും വില്ല അറിഞ്ഞിട്ടില്ല ആരാ തട്ടിയത്. അതാണ് ഹിന്ദുസ്ഥാനി സയ്യിദ് മസൂദ് അലിയും അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. ചിലപ്പോ ആ പേര് കേട്ടപ്പോ മനസ്സിലായി കാണും അല്ലേ, ആർക്കറിയാം, അവനൊന്നും അറിയത്തൊന്നുമില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി ആ പുള്ളി തമിഴിലാണ്. അപ്പം പുള്ളി അടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അടുത്തിരുന്ന സമയത്ത് അവനുമായിട്ട് അവൻ ക്ലൈമാക്സിൽ ഇടി നടന്നുകൊണ്ടിരുന്ന സമയത്ത് കുറച്ചും കൂടി കുറച്ചും കൂടി ഡയലോഗ് വേണമായിരുന്നു. ഞാൻ പറഞ്ഞു ഇതുവരെ ആരാ ഇടിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പം വരും എന്ന് പറഞ്ഞു തന്നിട്ട് അപ്പോഴത്തെ അവൻ ചോദിച്ചു മറ്റേ പോക്കിരിയെ പോലെ സസ്പെൻസിലെ സാവെന്ന് പറഞ്ഞിട്ട് റെഡി ചോദിച്ചില്ല. അതുപോലെ പോടുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോടാന്ന്. അപ്പോഴത്തെ പേര് പറഞ്ഞു എണീച്ചു ഒറ്റവടിക്കാൾ തീർന്നു. അയ്യോ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല പടമാണ്. ടോട്ടലി നോക്കുവാണെങ്കിൽ നല്ല പടമാണ്. ലോങ് റണ്ണ് കിട്ടണം പടത്തിന്. അത് മലയാളത്തിന്റെ കൂടെ ആവശ്യമാണ്, മലയാള സിനിമയുടെ കൂടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും പോയി കാണാൻ. ഈ നെഗറ്റീവ്
പൃഥ്വിരാജും കേൾക്കുവാണെങ്കിൽ അടുത്ത പടത്തിലെങ്കിലും മാറ്റണം പ്ലീസ്. അതെ, അത് ഞങ്ങൾക്ക് പറയാം. മലയാളി എൻ്ററിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അത്ര പറയാം. ഓക്കെ, അപ്പൊ ശരി, ഓക്കെ, പിന്നെ കാണാം.